കാലം സാക്ഷി, ചരിത്രം സാക്ഷി. തുരുത്തി നാടിന് മുസ്ലിം ലീഗ് പാർട്ടി നൽകിയ വാഗ്ദാനം. നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമായ ഗ്രൗണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു. മുസ്ലിം ലീഗ് ഒരു സംഭവമാണ്, മുന്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ലക്ഷ്യം നാടിൻ വികസനമാണ്, അതിനായി കഴിവുള്ള നേതാക്കളാണ്. അതെ, തളങ്കര മമ്മൂഞ്ഞി മെമ്മോറിയൽ ഗ്രൗണ്ട്. എതിരാളികൾ ഇരുട്ടിന്റെ മറവിൽ മുടക്കാൻ നോക്കിയിട്ടും നെഞ്ചു വിരിച്ചു നിന്ന് പാർട്ടി നേടിയെടുത്ത ഗ്രൗണ്ട്. ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട. ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയട. മുസ്ലിം ലീഗെന്നും ജീവന്റെ ജീവനട. മുണ്ടും ലീഗിന്റെ മഹിമകളേറെയട. ഏത് സ്വാധീനവും ഞങ്ങളെ തളർത്താനാവില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും നീക്കി യുവാക്കൾക്കും കുട്ടികൾക്കും കളിക്കാനായി ലീഗ് നടത്തിയ പ്രയത്നത്തിന്റെ ഫലമായി കിട്ടിയ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. ഇല്ല കുറയില്ല ലീഗിന്റെ വീറും ചൊടി, ഇല്ല താടില്ല ഒരു നാളും പച്ചക്കൊടി. ഇല്ല ലീഗിൻ പടയ്ക്കില്ല പൊട്ടും പേടി. ഇത് നന്മകളേകിയ പാർട്ടിയട. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നാമമേട. മുസ്ലിം ലീഗെന്നും ജീവന്റെ ജീവനട. മുണ്ടും ലീഗിന്റെ മഹിമകളേറെയട. ഗ്രൗണ്ട് സമ്മാനിച്ചു തന്ന മർഹൂം തളങ്കര മമ്മൂഞ്ഞി കുടുംബത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞങ്ങളോട് സഹകരിച്ച, സഹായിച്ച, നാട് മുഴുവൻ ഉത്സവമാക്കി മാറ്റിയ എല്ലാവർക്കും മുസ്ലിം ലീഗ് തുരുത്തിയുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എടുത്തുകൂടി
ലാസ്റ്റ് ഒരു ഗ്യാപ്പ് ആക്കി തിരിഞ്ഞാൽ മതിയോ? അപ്പൊ നിങ്ങൾക്ക് റാലിയും കണ്ടല്ലോ ബാക്കോളം ഐഡിയ
اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أعوذ مثل ثواب ما قرأنا عادي هدية واصلة ورحمة نازلة وبركة شاء. وإن لم تغفر لنا وترحمنا لنكون من الخاسرين. اللهم تب علينا إنك أنت التواب الرحيم. اللهم ارحم والدينا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. നമ്മുടെ ഈ ഗ്രൗണ്ടിന് വേണ്ടി ഞങ്ങൾ പ്രയത്നം ചെയ്യുകയാണ്. നമ്മുടെ ലീഗിന്റെ നാടിലെ തളങ്കര കുടുംബം അവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാവിധ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഗ്രൗണ്ടിന്റെ നാമകരണം നിർവഹിച്ചു കഴിഞ്ഞു. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി അംഗം അദ്ദേഹത്തെ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ യോഗത്തിലേക്ക് സ്വാഗതം വഹിക്കുന്ന മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് അജ്മൽ തളങ്കര അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിറോസ് അറത്തുവയൽ, ഖാദർ അണങ്കൂർ, ഖാലിദ് പച്ചക്കാട്, കൗൺസിലർ ബി എസ് സൈനുദ്ദീൻ അവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാർട്ടി എത്രയോ ഉണ്ട്, അതിനെ മാറ്റാൻ നാളെ വരെ അതിന് മാറ്റമില്ല. ആ കൊടിയും ആ ഏണിയും ചിഹ്നവും ഉള്ള കാലത്തോളം മുസ്ലിം ലീഗിന്റെ പ്രസംഗത്തിലൊക്കെ വളരെ വിശദമായി നമ്മുടെ ഈ ഗ്രൗണ്ടിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഒരു കളിസ്ഥലം ഒരു നാടിന് കിട്ടുക എന്ന് വെച്ചാൽ ആരോഗ്യത്തിന്റെ പകുതി ഭാഗം ലഭിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം വരുന്നത്. കാരണം ഒരു മനുഷ്യന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ കായികം വേണമെന്നാണ്. ആ കായികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സ്ഥലം വേണം. ആ സ്ഥലം നമ്മുടെ മുനിസിപ്പൽ പരിധിയിൽ ഏകദേശം 56 സെന്റ് സ്ഥലമാണ് ഇവിടെ തളങ്കര കുടുംബം ഈ നാടിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അതിന്റെ സമർപ്പണ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നേരത്തെ അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിനാരും എതിരുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അത് ഈ നാടിനെ തന്നെയാണ് എതിർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാടിലുള്ള കൊച്ചു കുട്ടികൾ ഈ കളി സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 30 വർഷമായിട്ട്, 15 വർഷമെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, 30 വർഷമായിട്ട് നമ്മുടെ നാടിന് ഒരു ഗ്രൗണ്ട് എന്നുള്ള ഒരു സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. നമ്മുടെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം 5 സെന്റ് 10 സെന്റ് 15 സെന്റ് ഭൂമിയുള്ള ഒരു നാട്ടിൽ ഓരോരുത്തർക്കും അത്രയും സ്ഥലമുള്ളൂ. കയറി വന്നാൽ ഒരു 30-35 സ്ഥലത്തിൽ കൂടുതൽ സ്ഥലമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലില്ല. പ്രിയപ്പെട്ട മുഹമ്മദ് ജിക്സ, നമ്മുടെ പ്രിയപ്പെട്ട ഇല്യാസ്, അതുപോലെ മാറി മാറി വന്ന ശാഖാ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും അതിനായി ഒരുപാട് പ്രയത്നിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട അജ്ജൂടെ അവരുടെ കുടുംബത്തിലെ സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോ അവരിലും ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഒരാള് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കുമല്ലോ. അങ്ങനെ ഓരോരുത്തരെ അനുനയിപ്പിച്ച് അവസാനം നമ്മുടെ പ്രിയപ്പെട്ട, നമ്മൾക്ക് ഇതിനെല്ലാം സൗകര്യം ചെയ്തു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ജലീൽച്ച, തളങ്കര ജലീൽച്ച, അദ്ദേഹം ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയും നമ്മൾക്ക് വേണ്ട എല്ലാ സഹായം, ഏത് റൂട്ടിലാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് നമ്മോട് പറയുകയും ആ റൂട്ടിൽ കൃത്യമായിട്ട് ചലിക്കുകയും നമ്മൾ
ആൾക്കാരുടെ പ്രഷർ പല ഭാഗത്തുണ്ടാവുമ്പോഴും നമ്മൾ അതിനെ കൂടുതൽ പ്രഷറൈസ് ചെയ്യാതെ സമാധാനപരമായിട്ട് ഓരോ കാര്യങ്ങളും സന്തോഷപരമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് അവസാനം നമ്മൾക്ക് അത് അവർ സമർപ്പിച്ചിരിക്കുകയാണ്. ആദ്യം നന്ദി പറയാനുള്ളത് ഈ തളങ്കര കുടുംബത്തിനോടാണ്. അവരുടെ വിലപ്പെട്ട സ്ഥലം ഇപ്പോ പുറമ്പോക്കാണെങ്കിൽ പോലും അവരുടെ അധീനതയിലുള്ള പുറമ്പോക്ക് അവർ അതിന് നികുതി കടച്ചുകൊണ്ടുള്ളതാണ്. അപ്പോ പുറമ്പോക്ക് എന്ന് പറയുമ്പോൾ ഒരു കൃഷിസ്ഥലത്തോടനുബന്ധിച്ചുള്ള പുറമ്പോക്ക് ഭൂമി, ആ പുറമ്പോക്ക് ഭൂമി നമ്മൾക്ക് കൈവശപ്പെടുത്തണമെങ്കിൽ അതിൽ കൃഷി ചെയ്യുന്നവന്റെ അനുവാദമില്ലാതെ കഴിയില്ല എന്നുള്ളത് നമ്മുടെ റൂളാണ്. എന്നോട് ഒരു അഡ്വക്കേറ്റ് പറഞ്ഞതാണ്, ഒരു കൃഷിസ്ഥലം ഇനി പുറമ്പോക്കായിട്ടുണ്ട്, അതിൽ ഒരു വ്യക്തി കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളെ പറമ്പിന് തൊട്ടടുത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ ആ പറമ്പ് എടുക്കുക വളരെ നൂലാമാലയുള്ള കഥയാണെന്ന് ഒരു വക്കീൽ തന്നെ പറഞ്ഞു നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോ നന്ദിയും കടപ്പാടും പ്രത്യേകം അവരോട് അറിയിക്കുകയാണ്. കാരണം ചിലപ്പോ ഈ പുറമ്പോക്ക് എന്ന് പറയുന്നത് അവസാനം പട്ടയാക്കി കിട്ടാൻ അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി പട്ടയാക്കി കിട്ടുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇനി നടക്കുമോ എന്നൊന്നും അറിയില്ല. എന്നാലും അങ്ങനെയുള്ള പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ് നമുക്ക് വിട്ടു തന്നിട്ടുള്ളത്. അപ്പൊ എന്തും ആവട്ടെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ഇത് സമർപ്പിക്കാൻ ഞാൻ അർഹനല്ല എങ്കിലും പ്രോട്ടോകോൾ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്കാണ് ഞാൻ വിസമ്മതിച്ചതാണ്. നമ്മുടെ സീനിയർ നേതാക്കളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ സമർപ്പിക്കുന്ന എന്ന് എനിക്ക് ഒരു ഔചിത്യം തോന്നുന്നില്ല. എന്നാലും നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പ്രയത്നത്തിൽ നേടിയെടുത്ത തളങ്കര മമ്മുഞ്ഞി മെമ്മോറിയൽ ഗ്രൗണ്ടിനെ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഞാൻ നാടിന് സമർപ്പിക്കുന്നു. അൽഹംദുലില്ലാ 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 സുമ്മ അൽഹംദുലില്ലാ. അള്ളാഹുവിന് ഒരുപാട് അനുഗ്രഹം. ഇനി ഇൻഷാ അല്ലാഹ് ഈ ഗ്രൗണ്ടിന് വേണ്ടി നമ്മുടെ മുനിസിപ്പൽ തലത്തിൽ നിന്ന് ഒരുപാട് ഫണ്ടുകൾ വരേണ്ടതുണ്ട്. നമുക്കിതൊരു സ്റ്റേഡിയം ആക്കി മാറ്റിയെടുക്കണം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്കത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തണം. എന്നാലേ ഒരു മുനിസിപ്പൽ തല പരിപാടിക്ക് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ആദ്യം ചെയ്യേണ്ട അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ആ ഗ്രൗണ്ടിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ഒന്നിച്ച് ആകുമ്പോൾ ഒരുപാട് ഫണ്ട് വരും. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും അനുവദിച്ച് നല്ലൊരു ഗ്രൗണ്ടാക്കി തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രതിസന്ധി കൂടി നീങ്ങാൻ വേണ്ടി പോവുകയാണ്. വണ്ടി ഇതിലേ കൂടി വന്ന് അതിലേ കൂടി പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവും. അത് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഒന്നുകൂടി ഞാൻ നാടിന് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേതാക്കന്മാരെ, ജനപ്രതിനിധികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ കുറേ ആളുകൾ പ്രസംഗിച്ചു. അധ്യക്ഷനും ഉദ്ഘാടകനും സ്വാഗത പ്രസംഗകനും അതുപോലെ തന്നെ ഇപ്പോൾ സമർപ്പണം നടത്തിയ അഷ്റഫടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചു. നമുക്ക് ഈ ഗ്രൗണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ഒരുപാട് സമ്മർദ്ദം നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെച്ചെങ്കിൽ നേരത്തെ അഷ്റഫ് പറഞ്ഞില്ല, 16 വർഷം ഞങ്ങൾ അതിന്റെ പിന്നിൽ. ഞാൻ 5 കൊല്ലം ജനപ്രതിയായി. അപ്പോൾ ഓരോ ദിവസവും ഇല്ലാസിനുകൾക്ക് പണി തന്നെ അവരെ പോയിട്ട് കാണുന്നു. ഓരോരുത്തരും ഇവരുടെ എല്ലാവരുടെ കണ്ണൂരിലേക്ക് വരെ പോയിട്ട് അവരെ കണ്ടിട്ടുണ്ട്. കുറെ ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ തുക നിങ്ങളുടെ പറഞ്ഞിരുന്നു. ഇത്ര വലിയ തുകയുള്ള ഈ സ്ഥലം നമുക്ക് ഗവൺമെന്റ് സ്ഥലം പുറമ്പോക്ക് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ട് ചില ആളുകൾ. പക്ഷെ അതിപ്പോ എനിക്കൊരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിലൊരു 10 സെന്റോ 20 സെന്റോ ഗവൺമെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ എന്റെ അനുവാദം ഇല്ലാണ്ട് അത് കൊടുക്കാൻ പറ്റുമോ? അവര് അത്രത്തോളം ഞങ്ങളോട് കളിക്കാനോ നിങ്ങൾ കളിച്ചോ, ഇതുവരെ കളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പിന്നില് നാടിലേക്ക് എന്തെങ്കിലും ഒരു വികസനം വരുമ്പോ അതിന് പാരയായി നിൽക്കുമ്പോ
പിന്നെ എന്താണ് പറയാനുള്ളത്? നാട്ടുകാർ ഇപ്പൊ നാട്ടിലേക്ക് സമർപ്പിച്ചു, ആർക്കും ഇവിടെ കളിക്കാലോ, എന്ത് പരിപാടി നടത്താലോ. ഞങ്ങൾ എന്താ കൊണ്ടുപോകുന്ന പാർട്ടി ഓഫീസിൽ കൊണ്ടിട്ട് വെക്കുന്നതാണോ ഈ ഗ്രൗണ്ട്? ജനങ്ങൾക്കുള്ളതല്ലേ, എല്ലാ ജനങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ ക്ഷമാശീലന്മാരായിട്ട് നിന്നത് കൊണ്ടാണ്. നമുക്ക് ഒരുപാട് വേദനകളുണ്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ, അതിനൊന്നും ഞങ്ങൾ മുതിരുന്നില്ല. ഞങ്ങളുടെ കുട്ടികളോട്, ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് ശാന്തിയിലും സമാധാനത്തിലും പോകാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ പരിപാടി നടത്തേണ്ടത്. തഹസിൽദാരെയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറെയും മന്ത്രിയും ഗവൺമെന്റിനെയും ഒക്കെ കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങളെ ഓലപ്പാമ്പ് കെട്ടി പേടിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഞങ്ങൾ ചെയ്ത ത്യാഗം അതിന്നിവിടെ സഫലീകരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെ കളിക്കുക, പരിപാടി വെക്കുക. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ പേരിൽ പ്രവർത്തിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. വാർഡ് കമ്മിറ്റി, അതുപോലെ തന്നെ ശാഖാ കമ്മിറ്റി, മുനിസിപ്പൽ കമ്മിറ്റി, മണ്ഡല കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയുടെ ട്രഷറർ വരെ ഇതിന് അനുകൂലമായി നമുക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ നാട്ടിലും കളിക്കളമുണ്ട്, എല്ലാ നാട്ടിലും കളിക്കാരുമുണ്ട്. പക്ഷെ തുരുത്തിയിലെ കളിക്കളത്തിന് പത്രമാറ്റം ചന്തമുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ നിർമ്മിതി കളിക്കളത്തിന് വലിയൊരു പങ്കുണ്ട്. അങ്ങനെ ഒരു നാടിന്റെ സംസ്കാരത്തെ ഭാവി തലമുറയെ നിർമ്മിച്ചുണ്ടാക്കാൻ വേണ്ടി ഒരു നാട്ടിൽ ഒരു കളിക്കളം ഉണ്ടാക്കാൻ വേണ്ടി ആ നാട്ടുകാർ ശ്രമിക്കുമ്പോൾ അതിന് സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തിന്റെങ്കിലും പേരിൽ അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുമ്പോൾ ഈ നാടിനെ സ്നേഹിച്ച, ഈ നാടിന്റെ സംബന്ധം നെഞ്ഞിലേറ്റിയ രാഷ്ട്രീയത്തിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പൊരുതി നേടിയെടുത്തുകൊണ്ടാണ് ഞാൻ ഈ കളിക്കളത്തിന് പത്രമാറ്റി ചന്തമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതിയുണ്ട്. വരും നാളുകളിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് നല്ല കളിക്കാരെ, ഈ നാടിന് അഭിമാനമുള്ള ഒരുപാട് യുവതലമുറ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, മറ്റു നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഇന്ന് നമ്മുടെ നാട്ടിന്റെ ഒരു സുവർണ അവസരമാണ്. ഇവിടെ നമ്മൾക്കറിയാം, നമ്മളൊക്കെ ജനിച്ചു വളർന്നത് ഈ തുരുത്തി പ്രദേശത്താണ്. അതുമുതൽ ഇന്ന് വരെ തുരുത്തിയിൽ ഒരു ഗ്രൗണ്ട് എന്നുള്ള സ്വപ്നം പൂവണിയുന്ന ദിവസമാണ്. ആവേശം കൊണ്ട് അലതുള്ളുന്ന നിമിഷം. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കളിച്ചത് മറ്റുള്ള ആളുകളുടെ പറമ്പിലും, എന്തിനേറെ പറയുന്നു പള്ളി ഗ്രൗണ്ടുകളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കളിച്ചു വളർന്നത്. അപ്പോൾ തന്നെ തുരുത്തിയിൽ നമ്മൾക്ക് കായികമായി ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ കായികങ്ങളിലെ കൂടി ആയിരിക്കും നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ടത്. അങ്ങനെയുള്ള കായികമായി നമ്മൾക്ക് തുരുത്തിയിൽ വളരെ ചെറുപ്പക്കാർ കളിക്കാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടി മറ്റു സ്ഥലങ്ങളിലേക്ക്, ഗ്രൗണ്ടുകളിലേക്കൊക്കെ പോയിട്ടാണ് കളികളിൽ കുറച്ച് ആഗ്രഹമുള്ളവർ കളിക്കാൻ പോകുന്നത്. അതിനുശേഷം പല പ്രാവശ്യം പല കോണുകളിൽ നിന്നും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായി. നിങ്ങൾ പോയിട്ട് ശ്രമിച്ചത് പോരാ, അതുകൊണ്ടായിരിക്കും സ്ഥലം കിട്ടാത്തത്. അപ്പോഴും ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾക്കറിയാം ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. ഞങ്ങൾ പോരാതെ പിന്നെ വീണ്ടും കുറെ ആളുകൾ ഇവിടെ പോയി കാര്യങ്ങൾ തിരക്കാൻ. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഇത് മുഹമ്മദ് കുഞ്ഞോട് വില്യാസോട് ഞങ്ങൾ ഒത്തിരി കാര്യമാണ്, നിങ്ങൾ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല. അതിന് ആരും പാർട്ടിക്കാരായാലും മറ്റ് പാർട്ടിക്കാരായാലും ആരായാലും ഈ സ്ഥലം ഞങ്ങൾ മുസ്ലിം ലീഗ് തുരുത്തി ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അത് കൊടുക്കുന്നതാണെന്ന് എന്ന് സമ്മതിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഞങ്ങളുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്താൻ വേണ്ട ആവശ്യമില്ല എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പൊ ഇതിൽ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ തളങ്കര കുടുംബത്തിന്
ഇത്രയും വലിയൊരു സ്ഥലം ഉണ്ടായത് തന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയുക. അല്ലെങ്കിൽ ഇവിടെ 50 സെന്റ് സ്ഥലമുള്ളവർ ആരുമില്ല, ഇവിടെ കളിക്കാനുള്ള സ്ഥലം കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രൗണ്ട് തന്ന മമ്മഞ്ഞി തലങ്കര മമ്മഞ്ഞി ഫാമിലിയുടെ പേര കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പിൽ നമ്മളുടെ 1000 അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ തുരുത്തി കിട്ടിയ ഈ ഗ്രൗണ്ടിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ സ്റ്റേറ്റ് ടീമിൽ വരെ കളിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫിനുള്ള ഒരു ഉപഹാര സമർപ്പണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട യൂസുഫ് കപ്പലിന്റെ മകൻ കൂടിയാണ്. നല്ലൊരു കൈ വേണ്ടി ശ്രമിച്ച ഒരു ശക്തി നമ്മുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഈ പരിപാടി നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇതിനുവേണ്ടി ഇതിന്റെ കർമ്മപദങ്ങളിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Yep.
ടീമിനെടുത്ത് ബോൾ